ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വീശി അടിക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല പഞ്ഞി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മടക്ക് പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനിട്ട് ഞാൻ 250 ml കപ്പിൽ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദ വേണ്ടെങ്കിൽ ഇത് നമുക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാണ്. ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ 1 കപ്പ് തികയില്ലെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി പാലിൻ്റെ ആവശ്യം വരും. 3 കപ്പ് മൈദയിലേക്കാണ് നമ്മൾ ഒരു 1.25 കപ്പിൻ്റെ അടുത്താണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാല് വേണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളവും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പാലാകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആകും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി പാൽ വേണം. അപ്പോൾ ഞാനൊരു അരക്കപ്പ് കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.25 കപ്പ് പാലാണ് ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. ആദ്യം തന്നെ കുറേ പാല് ആദ്യം ഒഴിച്ചിട്ട് കുഴക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതിയാകും. ഏകദേശം ഒരു ചപ്പാത്തി ഈ കുഴക്കുന്നതിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്നാക്കി കൊടുക്കാം. ഒന്നാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. കേട്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കണ്ടോ 1.5 കപ്പ് പാലെടുത്തെങ്കിലും ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് നമുക്ക് ഈ മാവിലേക്ക് ആയി വന്നിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് അയച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം. ഞാനൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം വരുന്ന ഓയിലൊന്ന് ആക്കിയിട്ട് അതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് മാത്രമേ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് ഇതുണ്ടോ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയധികം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും. പിന്നെ എന്താ പറയുക, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് ആ രീതിയിൽ അത്രയും വണ്ണത്തിലൊക്കെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ ഒരു മടക്ക് പൊറോട്ടയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുത്താൽ മതിയാകും. എനിക്കിതുകൊണ്ട് ഈ ഒരു 3 കപ്പ് പൊടി കൊണ്ട് എനിക്ക് 8 മടക്ക് പൊറോട്ടയാണ് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഏകദേശം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 12 എണ്ണം വരെ തയ്യാറാക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കണ്ടോ, എനിക്കൊരു 8 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ഒരല്പം പൊടിമാവ് ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. പരത്തിയെടുക്കാനൊന്നും നമുക്ക് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് മൈദ എടുക്കുക, എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് തിന്നാക്കി പരത്തണമെന്നൊന്നുമില്ല. ചെറിയൊരു കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൊടിയിട്ട് പരത്തിയാൽ തന്നെ നമുക്ക് പലകയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കനത്തിലാണ് ഇവിടെ പരത്തി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മാവ് ഒന്ന് ആക്കി കൊടുക്കാം. മൈദ തന്നെയാണ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി വീശി അടിച്ച് ഒന്നും തയ്യാറാക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. എന്നാലും നല്ല സോഫ്റ്റുമാണ്. പൊറോട്ടയേക്കാൾ സോഫ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ചൂട് ചായക്കപ്പൊക്കെ വെറുതെ ഇത് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഞാൻ ഇത് മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഇതേപോലെ ചതുരത്തിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം. അല്പം മാവൊന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്താനൊന്നും നമുക്ക് എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വീഡിയോ ഒരല്പം ലെങ്താണ്, കാരണം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഒരല്പം ലെങ്തായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിന്ന് പരത്തിയെടുക്കുക. അത്യാവശ്യം നല്ല കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. സൈഡൊന്നും കനമില്ലാതെ എല്ലാ ഭാഗവും ഒരേപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയം ഒരു ചട്ടി ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ചുട്ടെടുക്കേണ്ടത്. ചട്ടി ഒരുപാട് ചൂടായി പോയാൽ അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചട്ടിയുടെ ചൂടൊന്ന് ക്രമീകരിച്ച് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. കണ്ടോ, ഇത് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിങ്ങനെ വീർത്ത് വരുന്നുണ്ട്. നിങ്ങൾക്കിത് എണ്ണ ഒഴിക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. കുറച്ച് ഓയിലാക്കിയിട്ട് ഉപയോഗിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊരു അല്പം ഓയിലാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദേ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണോ താല്പര്യമെങ്കിൽ നെയ്യോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ എല്ലായിടും ഒരുപാടൊന്നും ചേർക്കുന്നില്ല, അല്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിത് പതുക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചു വിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ആ മടക്കിയ ലെയറൊക്കെ നന്നായി തെളിഞ്ഞു വരുന്നുണ്ട്. രണ്ട് ഭാഗവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഞാൻ ഓരോന്ന് പരുത്ത് അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നന്നായിട്ടിത് പൊങ്ങി വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഞാനത് മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ചാലും നല്ല ഒതുക്കി ഒരു കയ്യിൽ ഒതുക്കാവുന്ന അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവരിലേക്കും എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.